ശുദ്ധ റമദാൻ ഷരീഫിൽ നമ്മൾ പല ആളുകളും ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ബർക്കത്ത് നഷ്ടപ്പെടുന്ന, റഹ്മത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ് വിശുദ്ധ റമദാൻ ഷരീഫിൽ പോലും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് കാര്യമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിച്ചത് ഇങ്ങനെ റമദാൻ ഷരീഫിൽ ചെയ്യാനായിരുന്നില്ല. പക്ഷേ നമ്മൾ പല ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെയേറെ പുണ്യമുള്ള ഒരു കാര്യമാണ് റമദാൻ ഷരീഫിൽ നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ ഷരീഫിൽ നമ്മളേറെ ആളുകളും സുബഹി നമസ്കരിച്ച ശേഷം കിടന്നുറങ്ങുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. സത്യത്തിൽ നമ്മളേറ്റവും വലിയ ഒരു പുണ്യത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. നമുക്കറിയുമോ, ഒരു ഹജ്ജും ഉംറയും, പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത് കൂലി ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു ഇബാദത്തുണ്ട്. ആ ഇബാദത്താണ് നമ്മൾ ഉറങ്ങിക്കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇബാദത്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തു കളയുന്നത്. ദിവസവും നമുക്ക് പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി ലഭിക്കാൻ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മിൽ പലരും. അതുമാത്രമല്ല, നമ്മൾ ശുദ്ധിയോടുകൂടി എത്രത്തോളം ഇരിക്കുന്നുവോ അത്രത്തോളം ഒരു മലക്ക് വന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അങ്ങനത്തെ ഒരു ഇബാദത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ആ നഷ്ടപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ ഷരീഫിൽ നമ്മളത് നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് അതിനെ പാകപ്പെടുത്തിയെടുക്കണം. റമദാൻ ഷരീഫിലായാലും അതല്ലാത്തപ്പോഴും ഈ ഒരു കൂലിയുണ്ട്. റമദാനിലാകുമ്പോൾ അതിനേക്കാൾ അധികം പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ കൂടിയാണത് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, റമദാൻ ഷരീഫിൽ സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ, റമദാൻ ഷരീഫിലോ അല്ലാത്തപ്പോഴോ നിങ്ങൾ സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച് അതേ വിരിപ്പിലിരുന്നു കൊണ്ട്, അതേ മുസല്ലയിലിരുന്നു കൊണ്ട് നാം ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് അതേ ഇരിപ്പിൽ ശുദ്ധിയോടുകൂടി ഇരുന്ന്, അതേ ഇരിപ്പിലിരുന്ന് സൂര്യനുദിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അഥവാ ഇശ്റാഖിൻ്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് ഇശ്റാഖ് നമസ്കരിച്ചാൽ അവന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. ഹജ്ജും ഉംറയും പരിപൂർണമായ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി. ഇത് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതിന് ഈ ഒരു പുണ്യം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ ശുദ്ധിയോടുകൂടി ഫർദ് നമസ്കരിച്ച ശേഷം ശുദ്ധിയോടുകൂടി ആരെങ്കിലും ഒരാൾ അതേ സ്ഥലത്തിരുന്നാൽ, അതേ മുസല്ലയിലിരുന്നാൽ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുമെന്നാണ്. ആ മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. അഥവാ നമ്മൾ എത്ര സമയം കൊണ്ടിരിക്കുന്നുവോ അത്ര സമയം അള്ളാഹുവിൻ്റെ ഒരു മലായിക്കത്ത് വന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പുണ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. റമദാനിൽ പ്രത്യേകിച്ച് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയാണ്. അതുണ്ടാകരുത്. അതുണ്ടാകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധന്യമാക്കണം. നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന, അതല്ലെങ്കിൽ നമുക്ക് വളരെ ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഇത്തരം ഇബാദത്തുകളുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറണം. അത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. ആ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയത്ത് നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നുവോ ആ അവസരങ്ങളൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുക, ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് സുബഹി നമസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കൂടെ 15 മിനിറ്റ് കൂടെ ഇരുന്ന് ഇശ്റാഖിൻ്റെ സമയമാകുമ്പോൾ 2 റക്അത്ത് ഇശ്റാഖ് നമസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിഫലം ലഭിക്കും. ഒരുപാട് പൈസ ചെലവാക്കി പോകുന്ന ഒരു പ്രതിഫലമാണ് ഹജ്ജും ഉംറയും ചെയ്തത് പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവസവും നമുക്കത്
ലഭിക്കാൻ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റെടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അത് വളരെയേറെ പുണ്യമുള്ളതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബാരിക് വസല്ലിം അലൈഹി. സലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അത്താതറല്ലാ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബഅദറില്ലാ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബദൻ അബദ എന്ന സലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം കൊണ്ടുവരണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.